ഐ ആം ഡോക്ടർ ജോൺസൺ. ഞാൻ ഒരു സീനിയർ ENT കൺസൾട്ടൻ്റാണ്. ഞാൻ നിർമ്മല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ആയിരുന്നു. നൗ ഐ ആം റണ്ണിങ് മൈ ഓൺ സെൻറ്റർ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 14 ഇയേഴ്സായിട്ട് ഞാൻ ഈ സെൻറ്റർ നടത്തുന്നുണ്ട്. ഞാൻ ഈ റോയൽ ഡ്രൈവിനെ കുറിച്ച് അറിയാനിടയായത് പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ആഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ എടുക്കുന്ന ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗോ ത്രൂ ചെയ്യുമായിരുന്നു. പിന്നെ ബൈപ്പാസ് ഒരു നമ്മൾ പാസ് ചെയ്യുമ്പോഴും പലപ്പോഴും റോയൽ ഡ്രൈവിൻ്റെ ഷോറൂംസ് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് നമുക്ക് റോയൽ ഡ്രൈവിലൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ റോയൽ ഡ്രൈവിൽ നിന്ന് നേരത്തെ ഡോക്ടർ ഷീൽ എന്ന് പറയുന്നൊരു ഫ്രണ്ട് റോയൽ ഡ്രൈവിൽ നിന്ന് നേരത്തെ വെഹിക്കിൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൂപ്പരോട് വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് അവരുടെ നല്ല രീതിയിലാണ്, നീ ഒന്ന് പോയി നോക്കിയാൽ മതി, അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റോയൽ ഡ്രൈവിൽ പോകാനായിട്ട് തീരുമാനിച്ചത്. ഒരു സൺഡേ ആണ് ഞാനിപ്പോൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ സൺഡേ ഞാൻ രാവിലെ പള്ളിയെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് ഞാൻ റോയൽ ഡ്രൈവിൽ പോയി. റോയൽ ഡ്രൈവ് പോയപ്പോൾ റോയൽ ഡ്രൈവ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ റോയൽ ഡ്രൈവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ടൗണിൽ വേറെ 1-2 സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിനകത്ത് റോയൽ ഡ്രൈവിൻ്റെ നമ്പർ വെച്ചിട്ട് ഒന്നുകൂടെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ സൺഡേ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന്. അപ്പം എറണാകുളത്ത് നിന്നാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത്, ഇല്ല അത് ഒരു 10 മണിക്ക് ശേഷം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡോക്ടറെ തിരിച്ച് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. ആക്ച്വലി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കോഴിക്കോട് സെൻറ്ററിൽ നിന്ന് ആൾക്കാർ എന്നെ തിരിച്ച് വിളിച്ചു. സാർ ഞങ്ങൾ ഓപ്പണാണ്, ഞങ്ങളിന്ന് 10 മണിക്കാണ് ഇന്ന് ചെയ്തത്, ഓപ്പണാണ്, സാറിന് വന്നാലും ഓക്കെ. ഞങ്ങൾ നേരെ അവിടെ പോയി. ചെന്നപ്പോൾ തന്നെ എന്നെ റിസീവ് ചെയ്തത് മൻസൂർ എന്ന് പറയുന്ന ഒരു സെയിൽസ്മാനാണ്. ഭയങ്കര ഒരു വെൽക്കം ആയിരുന്നു, വാം വെൽക്കം. നമ്മൾ ചെന്നപ്പോൾ തന്നെ വളരെ നല്ലൊരു വെൽക്കം ആയിരുന്നു മൻസൂർ നമുക്ക് തന്നത്. മൻസൂർ ഞങ്ങൾക്ക് അവിടെയുള്ള കളക്ഷൻസ് കുറേ വണ്ടികൾ കാണിച്ചു തന്നു. അപ്പം എസ്പെഷ്യലി ഞാനൊരു മെർസിഡീസ് ഒരു SUV മോഡലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ മെർസിഡീസിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഉണ്ട്. അതോടൊപ്പം അതിന് അപ്പം ഞാൻ മൻസൂർ എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, എനിക്കിത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ മൻസൂർ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും വളരെ നന്നായിട്ടും കാണിച്ചു തന്നു. എനിക്ക് ആക്ച്വലി നമ്മുടെ അവിടുത്തെ ആംബിയൻസും മൻസൂറിൻ്റെ പ്രതികരണം, മൻസൂർ നമ്മളെയുള്ള വെൽക്കം, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഒന്ന് നോക്കി ഒന്ന് തീരുമാനം എടുത്തിട്ട് വിത്തിൻ 1 or 2 months ഒക്കെ തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവിടുത്തെ എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു GLC മോഡൽ അവിടെ എനിക്ക് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ ഇതാക്കി കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഫ്രൈഡേ തന്നെ നമുക്ക് എല്ലാം ആക്കാം. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാം അവർ തന്നെ ചെയ്തു. പിന്നെ അത് ഫ്രൈഡേ തന്നെ എനിക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ. അപ്പം മൻസൂർ എന്നെ വിളിച്ചു പറഞ്ഞാൽ നല്ലൊരു സെറമണിയിൽ ഒരു ഫംഗ്ഷനായിട്ടാണ് നടത്തുക. അപ്പോൾ ഞങ്ങളെ ഫ്രൈഡേ അറൗണ്ട് 1 o'clock എത്താൻ പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി. അപ്പോൾ അവിടെ ഭയങ്കര വാം വെൽക്കം ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. വി വർ സർപ്രൈസ്ഡ്. ഞാനും വൈഫും മോനും ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വളരെ നല്ലൊരു വെൽക്കം ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. ഡോക്യുമെൻറ്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട്, എത്രയും പെട്ടെന്ന് ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വണ്ടി ആദ്യം കൊണ്ട് കാണിച്ചു, വണ്ടിയിൽ എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട്, എന്തൊക്കെ ഇതിനകത്തില്ല, എന്തൊക്കെ പിന്നത്തര, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു കൺഫ്യൂഷനും ഭാവിയിൽ ഉണ്ടാകാത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഈ വണ്ടി എടുത്ത ശേഷവും അവിടുന്ന് എനിക്ക് റെഗുലറായിട്ട് അവർ എന്നെ വിളിച്ചു വയ്ക്കുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത വരുത്തണോ, എല്ലാ കാര്യങ്ങളും അവർ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചില ഡൗട്ട്സുകൾ അങ്ങോട്ട് വിളിച്ചു വയ്ക്കും. എല്ലാ കാര്യങ്ങളും വെച്ചാൽ ഞാൻ പുതുതായിട്ടാണ് ബെൻസ് ഉപയോഗിക്കുന്നത്, അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാകും, ഞാൻ വിളിച്ചു വയ്ക്കും. വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ എല്ലാ എക്സ്പ്ലനേഷൻസും ചെയ്തിട്ടുണ്ട്. റോയൽ ഡ്രൈവ് വളരെ നല്ല രീതിയിലുള്ള ഒരു ആഫ്റ്റർ സെയിൽ സർവീസും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നു, സ്മൂത്ത് ആയിരുന്നോ, എന്തെങ്കിലും പ്രോബ്ലംസ് ആണെന്ന് പേരിട്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി. സോ അപ്പോൾ ആഫ്റ്റർ സെയിലിലും റോയൽ ഡ്രൈവ് വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കോഴിക്കോട് ഒരു സർവീസ് സെൻറ്റർ വിത്തിൻ ഒരു 3-4 monthsനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് ഈഗർലി വെയിറ്റിംഗ് ആണ്. കാര്യം വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒരിടത്തും പോകണ്ട, ഇവരെ തന്നെ അത് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സമാധാനമായി. അപ്പം എൻ്റെ അവരുടെ ഒരു റിക്വസ്റ്റും കൂടെയാണ് പെട്ടെന്ന് തന്നെ കോഴിക്കോട് സർവീസ് സെൻറ്റർ വരിക. പിന്നെ ഒരു പീസ് ഓഫ് മൈൻഡായി, വേറെ ഒരിടത്തും നമുക്ക് പോകുകയും വേണ്ട ഒന്നിനും. റോയൽ ഡ്രൈവ് അവരുടെ 8th ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നതാണ്. സോ 8th സക്സസ്ഫുൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന റോയൽ ഡ്രൈവിന് എൻ്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്, ആത്മാർത്ഥമായി നേരുകയാണ്. റോയൽ ഡ്രൈവ് ഡ്രിവൺ ബൈ ട്രസ്റ്റ്.